സ്വന്തം സമൂഹം, സ്വന്തം ദേശം വീണ്ടെടുപ്പ് പ്രാപിക്കാതെ ഇരുന്നപ്പോൾ നിനക്ക് കഠിനമായ വ്യസനം വന്നു. നിന്റെ കുടുംബത്തിനെ കഠിനമായി വ്യസനിപ്പിച്ചു. നിന്റെ കുടുംബത്തിലുള്ളവരെ അടച്ചു. ഒരു വിധത്തിലും മുന്നേറാത്ത അവസ്ഥ നിന്റെ ജീവിതത്തിൽ ആമേൻ തന്നു. പലപ്പോഴും നീ നിരാശപ്പെട്ടു, ആമേ സ്തംഭിച്ചു, ആമേ പലപ്പോഴും നീ അടഞ്ഞ പാത്രമായി, രക്ഷപ്പെടാതെ, വഴിയില്ലാതെ, ജീവിത മാർഗമില്ലാതെ, ആമേ ഏത് വിധത്തിലെങ്കിലും ഉയർച്ച പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴൊക്കെ അവിടെയൊക്കെ നിന്നെ അടിച്ചിട്ട് പലപ്പോഴും നിന്നെ അടിമപ്പെടുത്തി നിർത്തിയ സ്ഥാനത്ത് ദൈവം പറയാ, നിന്റെ വ്യസനം ഞാൻ മാറ്റുകയാണ്. യേശുവിന്റെ നാമത്തിൽ നിന്റെ വ്യസനം, നിന്റെ കഷ്ടത. അപ്പോ എന്തെല്ലാം ചെയ്തു? ആമേ നിനക്ക് വ്യസനം മാത്രമല്ല, നിന്നെ ബന്ധിച്ചത് ഏതൊക്കെ വിധത്തിലാ? ആമേ പലവിധമായ ആമേ അനുഭവങ്ങളുടെ തകർച്ച കൊണ്ട്, പലവിധമായ മുന്നേറ്റങ്ങളെ തടഞ്ഞ്, ആമേ നിന്നെയും നിന്റെ കുടുംബത്തിലുള്ളവരെയും ആമേ ഉയർത്തിവിടാതെ ശൂന്യമാക്കി, തകർത്ത് സ്തംഭിപ്പിച്ച്, നിരാശപ്പെടുത്തി, പല അളവുകളിൽ ആമേ നിനക്ക് ആമേ നിന്റെ ആമേ കൈകൾ ആമേ എപ്പോഴും ദാരിദ്ര്യത്തിലാക്കി, നിന്റെ കുടുംബം ദാരിദ്ര്യത്തിലാക്കി, ഞെരുക്കത്തിലാക്കി, കടഭാരത്തിലാക്കി, നിന്നെ കഷ്ടതയിലാക്കി, നിന്നെ വ്യസനിപ്പിച്ച, ആമേ നിന്നെ കഠിന ദാസ്യത്തിന് ഏൽപ്പിച്ച്, ആമേ നിന്നോട് പൊരുതിയപ്പോൾ ദൈവം പറയാ, ഇതൊക്കെ ഞാൻ മാറ്റും. എങ്ങനെ മാറ്റും? നീ ചെയ്യേണ്ടി വന്ന കഠിനദാസ്യം. യാക്കോബായി നീ കിടന്നാൽ എന്തൊക്കെ സംഭവിക്കും? ആമേൻ. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച കർത്താവിന് വേണ്ടി നിന്നില്ലെങ്കിൽ, പൂർണ്ണമായി നീ വേർപെട്ട് മാറി നിന്നില്ലെങ്കിൽ നിനക്ക് സംഭവിക്കുന്ന വിഷയം എന്താണ്? ആമേൻ ആമേൻ. അവന്റെ ചോരയാൽ നിന്നെ വീണ്ടെടുത്തെങ്കില്, സ്വർഗത്തിലേക്ക് നിന്നെ കൊണ്ടുപോകാമെന്ന് ഉറപ്പു പറഞ്ഞെങ്കില്, ആമേൻ അവന്റെ വാഗ്ദാനം, അവന്റെ നാമത്തിന് മീതെ അവൻ മഹിമപ്പെടുത്തി നിർത്തിയിരിക്കുമ്പോൾ, ആമേൻ നീ അപേക്ഷിക്കുമ്പോൾ തന്നെ, ആമേൻ നിന്റെ ഹൃദയത്തിന് ക്ഷീണമുണ്ടാകുമ്പോൾ തന്നെ, ആമേൻ നിന്റെ പാത അറിഞ്ഞിരിക്കുന്നവൻ, ആമേൻ വീണ്ടെടുത്ത നിന്റെ പുതിയ പാതയിൽ നടത്തുവാൻ, നിന്റെ ശൂന്യത, നിന്റെ ഗതികേട്, നിന്റെ കഷ്ടത, നിന്റെ കഠിനദാസ്യം, നിന്റെ വ്യസനം മാറ്റിക്കൊണ്ട് നിന്റെ കുടുംബത്തെ ഉദ്ധരിക്കുവാൻ തയ്യാറാണ്. അവനെ അനുസരിച്ച, അവനെ വിശ്വസിച്ച, അവനെ ആഗ്രഹിച്ച, അവന്റെ വചനം പ്രമാണിച്ച, അവൻ വിധേയപ്പെട്ട, അവനെ ആശ്രയിച്ചാൽ നിനക്ക് വിടുതലുണ്ട്. കഠിനദാസ്യം മാറ്റി. എന്നിട്ടോ നിനക്ക് വിശ്രാമം നൽകുന്ന നാളിൽ നീ സ്വസ്ഥത പ്രാപിക്കണമെങ്കിൽ നിന്നെ പീഡിപ്പിച്ചവനെ ദൈവം പീഡിപ്പിക്കാൻ തുടങ്ങും. നീ പൂർണ്ണ ഹൃദയത്തോടെ അവനോട് അടുത്താൽ, പൂർണ്ണമായി യേശുവിനെ വിശ്വസിച്ച് നീ അടുത്തു വന്നാൽ, പൂർണ്ണ ഹൃദയം അവന് നീ സമർപ്പിച്ചാൽ, പൂർണ്ണമായി അവന്റെ വിളി കേട്ട് വേർതിരിഞ്ഞു നിന്നാൽ, ആമേൻ ലോകത്തിന്റെ വരുമാനത്തിൽ നിന്ന് നിന്നെ പൂർണ്ണമായി മാറ്റി നിർത്തിയാൽ, നിന്റെ വ്യസനം, നീ ചെയ്യേണ്ടി വന്ന കഠിനദാസ്യം, ആമേൻ നീ കഷ്ടപ്പെടേണ്ടി വന്ന മാർഗങ്ങൾ, നിന്റെ ജീവിതത്തിന്റെ മുന്നേറ്റത്തെ തടഞ്ഞ അവസ്ഥകൾ ദൈവം മാറ്റിക്കൊണ്ട്, ആമേൻ നിനക്ക് വിശ്രാമം നൽകുന്ന നാളിൽ നിന്റെ സന്തോഷത്തിന്റെ പാട്ടുയരുമെന്ന്. എന്താ പീഡിപ്പിക്കുന്നവൻ എങ്ങനെ ഇല്ലാതായി? നിന്നെ പീഡിപ്പിച്ചവനെ ദൈവം പറിച്ചു മാറ്റുമെന്ന്. നിന്നെ പീഡിപ്പിച്ചവൻ മാറിപ്പോകുമെന്ന്. നിന്റെ കുടുംബത്തെ പീഡിപ്പിച്ചവൻ ഇല്ലാതെയാകുമെന്ന്. നിന്റെ ശൂന്യതകൊണ്ട് രസിച്ചിരുന്നവൻ, നിന്റെ തലമുറയുടെ പരാജയം കണ്ട് രസിച്ചിരുന്നവൻ, നിന്റെ തലമുറയുടെ വീഴ്ച കണ്ട് രസിച്ചിരുന്ന ജനം, യേശുവിന്റെ നാമത്തിൽ പലപ്പോഴും പരാജയം കണ്ടുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, നിന്റെ വിജയം പലപ്പോഴും തടയപ്പെടുന്നത് കണ്ട് രസിച്ചിരുന്ന ഒരു കൂട്ടം, നിന്റെ മുന്നേറ്റം, നിന്റെ തലമുറകളുടെ വീഴ്ച, നിന്റെ തലമുറകളുടെ പരാജയം, വിദ്യാഭ്യാസത്തിന്റെ തകർച്ച, നിന്റെ കുടുംബം, നിന്റെ ഭാരം, മാത്രമല്ല നീ കടത്തിൽ മുങ്ങുന്നത്, ഒന്നിൽ നിന്ന് മാറി ഒന്നിലേക്ക് ചവിട്ടി കയറുവാൻ നീ തുടങ്ങുന്ന നിന്റെ ബിസിനസ് മണ്ഡലത്തിലെ പരാജയങ്ങൾ കണ്ടുകൊണ്ട് ശത്രു പറയും, ആമേൻ അവൻ ചിരിച്ചിരുന്നു, എന്നാൽ
ദൈവം പറയാ ആ സ്ഥിതി നിനക്ക് മാറ്റിയിട്ട് ആമേൻ. നിന്റെ വ്യസനം മാറ്റിയിട്ട് ആമേൻ. അവൻ നിനക്ക് വിശ്രാമം നൽകി. ആമേൻ. അവൻ പുതിയ പാട്ട് നീ പാടും. എന്ത് ആമേൻ. പീഡിപ്പിച്ചിരുന്നവൻ എങ്ങനെ ഇല്ലാതായി. ആ യേശുവേ സ്തോത്രം, സ്തോത്രം, യേശുവേ സ്തോത്രം, സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. അവൻ ആ വാക്യത്തിൽ വീണ്ടും പറയുന്നുണ്ട്, സ്വർണ്ണ നഗരം എങ്ങനെ മുടിക്കും? സ്വർണ്ണ നഗരം ആമേൻ. അവൻ നിന്റെ മുമ്പിൽ ചില കെട്ടിപ്പൊക്കലുകൾ കാണിച്ച് യേശുവേ ചില വലിപ്പഭാവം ഭാവിച്ച് ആമേൻ. ഞങ്ങളാണ് വൻവെന്ന് കാണിച്ച് ഉയർന്ന ചില മതിലുകൾ ഉയർത്തിക്കൊണ്ട് യേശുവേ ഗർഭിച്ചു നടന്ന നിന്റെ ശത്രുക്കളെ എങ്ങനെ ഇല്ലാതായെന്ന് നീ അടുത്ത നിമിഷം നോക്കിക്കാം. യേശുവേ സ്തോത്രം. കാരണം എന്ത്? ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കും. ഹല്ലേലൂയ. ദൈവത്തോട് അടുക്കുന്നവരെ ദൈവം ഹല്ലേലൂയ. രക്ഷിക്കും. നാം സങ്കീർത്തനത്തിൽ കേട്ടു, യഹോവ എന്റെ ജീവന്റെ ബലം. ആമേൻ. ഇന്ന് പകലിൽ ആമേൻ. യേശു പരമയാഗമായി യേശു. കാൽവറിയിൽ തകർന്നത് എന്തിന്? ആമേൻ. യേശു ഒരിക്കലായി തന്റെ രക്തം ചിന്തി ആമേൻ. സകല ആട്ടുകൊറ്റന്മാരുടെ രക്തത്തെക്കാൾ ആമേൻ. വിലയേറിയ പുണ്യാഹ രക്തവുമായി ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ കൂടാരത്തിൽ കൂടി കടന്നു എന്ന് വായിക്കുമ്പോ ആമേൻ. അവന്റെ ദേഹം എന്ന കൂടാരത്തെ പൊളിച്ചുകൊണ്ട് യേശുവേ സ്വർഗീയ കൂടാരത്തിലേക്ക് യേശു. സകല മാനവജാതിക്ക് പ്രവേശനം കൊടുക്കുവാൻ ഹല്ലേലൂയ. യേശുവിന്റെ നാമം. ആമേൻ. ചേർന്നിടും. ഹല്ലേലൂയ. അവനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ആമേൻ. അവൻ നിനക്ക് വേണ്ടി പരമയാഗമായി തീർന്നെങ്കിൽ യേശുവേ ഇവിടെ മാത്രമല്ല സ്വർഗത്തിലും നിനക്കൊരു അധികാരവും ഹല്ലേലൂയ. അവകാശവുമുണ്ട്. യേശുവേ നിനക്കൊരു പൂർണ്ണ അനുഭവം ഈ ഭൂമിയിൽ വെച്ച് മാത്രമല്ല ആമേൻ. പൂർണ്ണത നിന്റെ കുടുംബത്തിൽ വെളിപ്പെടാറായി. ആമേൻ. പൂർണ്ണ സ്വസ്ഥത നിന്റെ കുടുംബത്തിൽ വെളിപ്പെടാറായി. ആമേൻ. പൂർണ്ണ തികവുള്ള അനുഭവം നിന്റെ കൂടാരത്തിൽ നിനക്ക് വെളിപ്പെടാറായി. യേശുവേ. യേശുവിനെ പിടികൊടുത്ത് മുന്നോട്ട് വരിക. ഹല്ലേലൂയ. അവന്റെ മരണ പുനരുദ്ധാനത്തിൽ ആശ്രയിച്ച് ആമേൻ. അവനിൽ പൂർണ്ണമായി നിന്നെ അർപ്പിച്ച് വിശ്വസിച്ച് ഹല്ലേലൂയ. മരണ പുനരുദ്ധാനത്തിൽ നീ ഏകീഭവിച്ച് അവനോട് അടുത്ത് ചെല്ലുക. നിനക്ക് വിശ്രാമം നൽകുന്ന ദൈവം അവൻ മാത്രമാണ്. അവനിൽ ആശിക്കാം, അവനിൽ നമുക്ക് ഉറയ്ക്കാം, അവനിൽ നമുക്ക് പ്രത്യാശ വയ്ക്കാം. ആമേൻ. അവൻ നമുക്ക് നല്ലവനാണ്. യേശുവേ ജീവനേക്കാൾ ദയുള്ളവൻ. യേശുവേ ഒരു മനുഷ്യർക്കും ജീവൻ തന്ന് ദയ കാണിക്കത്തില്ല. യേശുവേ എന്നാൽ വചനം എഴുതിയിട്ടിരിക്കുന്നു, അവൻ ജീവനേക്കാൾ ദയുള്ളവൻ. യേശുവേ ഒന്ന് പകലിൽ അവനിൽ ആശ വയ്ക്കാം. പൂർണ്ണമായി അടുത്തിയല്ല, അവൻ നിന്റെ കഷ്ടത മാറ്റും, നിന്റെ കഠിനദാസ്യം മാറ്റും, നിന്റെ വ്യസനം മാറ്റും, നിനക്ക് വിശ്രാമം നൽകും. സകല കാര്യത്തിനും അവൻ മതിയായ ദൈവം. ഈ വചനത്താൽ ദൈവമായി കർത്താവ് അനുഗ്രഹിക്കും.